സൗദി അറേബ്യയിലെ റഹീം എന്ന് പറയുന്ന ഒരു മലയാളി കയ്യബദ്ധത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഓണറുടെ മകൻ മരണപ്പെടുകയും അതിലൂടെ കൊലക്കുറ്റത്തിന് അദ്ദേഹം പ്രതിയാവുകയും അദ്ദേഹത്തിന്റെ തല വെട്ടാൻ വിധിക്കുകയും ചെയ്തു. ഭീമമായിട്ടുള്ള ഒരു ഡെഡ് മണിയാണ് അവർ ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി എന്റെ യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു അതിന്റെ പിരിവിന് വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. നമുക്ക് പൊങ്ങച്ചം പറയാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട്. പ്രവാസികളുടെ കൂട്ടുകാരനാണത്രേ. പ്രവാസികളുടെ തന്തയാവാനൊക്കെ ചില സമയത്ത് ശ്രമിക്കാറുണ്ട്. കാരണം ഒരുപാട് ഓഫറുകളൊക്കെ കൊടുക്കാറുണ്ട്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന കാര്യം ആരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ രക്ഷ നേടാം അല്ലെങ്കിൽ കുറച്ച് സമയം നീട്ടിക്കെട്ടാമെന്നുള്ളത്. വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇരിക്കുന്ന ഒരു സദസ്സിൽ ബോബി ചെമ്മണ്ണൂർ വരികയും അദ്ദേഹം സുരേഷ് ഗോപിയോട് റഹീമിനെ കുറിച്ച് പറയുകയും ഈ പറയുന്ന പണം പിരിവെടുക്കാൻ ഞാൻ കുറച്ച് സമയം വേണം, അത്രയും സമയം സൗദി സർക്കാർ അല്ലെങ്കിൽ സൗദി കോടതി അവന് അനുവദിച്ചു കൊടുത്തിട്ടില്ല, അവന്റെ തലവെട്ടാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ വിചാരിച്ചാൽ ഈ പറയുന്ന തലവെട്ടൽ നീട്ടിവെക്കാൻ സാധിക്കും. അപ്പോഴും തലവെട്ടൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. കാരണം അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. അവിടെ നമുക്ക് ഇടപെടുന്നതിന് പരിധിയുണ്ട്. ഒരു പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഈ കാര്യം സംസാരിച്ച് ഒരു പക്ഷേ പ്രധാനമന്ത്രി ഈ പറയുന്ന സൗദി ഗവൺമെന്റുമായി സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ തലവെട്ടൽ എന്ന് പറയുന്ന കാര്യം മാറിപ്പോവുകയും ഒരു പക്ഷേ സൗദി അറേബ്യയിലെ രാജാവ് തന്നെ പറഞ്ഞു എന്ന് വരും, ആ പണം സക്കാത്തായിട്ട് ഈ റംസാൻ മാസത്തിൽ ഞങ്ങൾ കൊടുത്തോളാം. ചിലപ്പോൾ അങ്ങനെയും പറയാൻ സാധ്യതയുണ്ട്. എങ്കിലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു വാക്ക് അദ്ദേഹം പറയാതെ തീർച്ചയായിട്ടും ആ ജീവൻ നിലനിർത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയെയാണ് ഇവിടെ പല ആളുകളും വളരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി BJP ആയതാണ് അത്ര വലിയ പ്രശ്നം. അദ്ദേഹത്തിന്റെ പാർട്ടി BJP ആയതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാമെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് വന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസം അദ്ദേഹത്തിന് വന്നത് അത് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് പോലും ചെയ്യാൻ സാധിക്കാത്തത്, ഒരു MP പോലും അല്ലാത്ത, ഒരു MLA പോലും അല്ലാത്ത ഒരു വ്യക്തി ഞാനത് ഏറ്റെടുത്ത് ഞാനത് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന BJPയുടെ നിഴലിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ആ മനുഷ്യനോട് ഇവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കുള്ള ഇഷ്ടവും ബഹുമാനം കൊണ്ടാണ് ആ ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇനിയും നിങ്ങൾ തെറി പറയണം ആ മനുഷ്യനെ. ഇനിയും നിങ്ങൾ അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിലൊക്കെ തെറി വിളിക്കണം. കാരണം നിങ്ങൾ പഠിച്ചത് അതാണ്. പക്ഷെ ഒരു ഹൈന്ദവൻ പഠിച്ചത് അതല്ല. ഒരാളുടെ അപകടം കണ്ട് ചിരിക്കാൻ അവർക്ക് സാധ്യമല്ല. ഇവിടെ പല ആളുകൾ കണ്ടിട്ടുണ്ട്, പല ആളുകളുടെയും മരണത്തിൽ ചിരിച്ച് സന്തോഷം പങ്കുവെക്കുന്ന കാഴ്ചയൊക്കെ. അതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഹൈന്ദവർക്ക് അതിന് സാധ്യമല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമല്ല, ഞാനടക്കമുള്ള ആളുകൾ ഈ പറയുന്ന റഹീമിന്റെ ജീവന് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ ഉമ്മാക്ക് അവനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കും. എന്നാൽ കഴിയുന്നത് ഞാൻ എന്റെ ഒരു ഏകദേശം 20 ദിവസം മുമ്പ് എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിനെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളെല്ലാവരും സഹായിക്കുക. നിങ്ങളാൽ കഴിയുന്നത് നമുക്ക് അവിടെ കൊടുക്കാനുള്ള ഡെഡ് മണി ഉണ്ടാക്കിയേ പറ്റൂ. ആ പയ്യൻ മരിച്ചതിന് ആ വീട്ടുകാർ ചോദിക്കുന്ന പണം 36 കോടി രൂപ എങ്ങാനാണ്. അത്രയും പണം കൊടുക്കാൻ നമ്മളെല്ലാവരും സഹകരിച്ചേ പറ്റൂ. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളെല്ലാം ഞങ്ങളെ ഒരുമാതിരി എന്താ പറയാ, ഒരു കൂട്ടത്ത് കൂട്ടാൻ പറ്റാത്ത ആൾക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ്. ഞങ്ങളൊന്നും തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാറില്ല, അവരെതിർക്കാറുണ്ട്. അത് മതപരമായാലും ശരി, രാഷ്ട്രീയപരമായാലും ശരി. അതിന്റെ അപ്പുറത്തോട്ടൊരു വൈരാഗ്യമോ വിദ്വേഷമോ ഞങ്ങൾക്ക് ആരോടുമില്ല. അത് കൊണ്ട് നടക്കുന്നവരുമല്ല ഞങ്ങൾ. ജയ് ഹിന്ദ്.